2025 ജൂലൈ 21 വൈകുന്നേരം 3:20 കേരളത്തിന്റെ സമരാവേശത്തിന്റെ ഘടികാരം നിലച്ചു. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അഥവാ രാഷ്ട്രീയ കേരളത്തിന്റെ VS അനശ്വരതയിലേക്ക് മടങ്ങി. പിന്നീടങ്ങോട്ട് കഷ്ടപ്പാടുകളെയും പ്രതിസന്ധികളെയും നെഞ്ചുറപ്പോടെ നേരിട്ട പോരാളിക്ക് സമാനതകളില്ലാത്ത വിധം സ്നേഹത്തിൽ പൊതിഞ്ഞ യാത്രയയപ്പ് സംസ്ഥാനം നൽകുന്ന കാഴ്ചയ്ക്ക് ഈ ലോകം സാക്ഷ്യം വഹിച്ചു. ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരത്തിന്റെ അമരക്കാരന് കേരളം കണ്ണും കരളും ഹൃദയവുമെല്ലാം നൽകി യാത്രയാക്കി. തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ നിന്ന് VSുമായി എത്തിയ ആംബുലൻസ് AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് മുന്നിലേക്ക് എത്തുന്ന മാത്രയിൽ കണ്ണേകരളെ VS എന്ന മുദ്രാവാക്യം ഇടിമുഴക്കം പോലെ ഉയർന്നു കേട്ടു. തൊഴിലാളികളുടെയും പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെയും നേതാവിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാനായി എന്ന ബോധ്യത്തെ കേരളത്തിന്റെ യുവത്വം ആ തെരുവുകളിലെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അന്ന് രാത്രി തലസ്ഥാന നഗരി ഉറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയാകില്ല. അനീതികളാൽ ശിക്ഷിക്കപ്പെട്ടിരുന്ന സാധാരണക്കായി നിലകൊണ്ട അവന്റെ വേദനകൾക്ക് പരിഹാരം കണ്ടെത്തിയ തങ്ങളുടെ പ്രിയനാം VSനായി അന്ന് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രം ഉറക്കം മാറ്റിവെച്ചു. പിറ്റേന്ന് 9:15 സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനം. അവസാനമായി VSനെ കാണാൻ പുലർച്ചെ മുതൽക്കേ തന്നെ അവിടേക്ക് ആളുകൾ എത്തി തുടങ്ങിയിരുന്നു. ബാലുശ്ശേരിക്കാരനായ ചന്ദ്രേട്ടൻ മാധ്യമങ്ങൾ എത്തും മുമ്പ് അവിടെ ഉണ്ടായിരുന്നു. VS നമ്മളെ സ്നേഹിച്ചതല്ലേ, ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണ്ടേ, ഇനി നമുക്ക് കാണാനൊക്കില്ലല്ലോ എന്ന് തൊണ്ടയിടറി ആ മനുഷ്യൻ മറുപടി പറഞ്ഞു. പാറുക്കുട്ടിയമ്മയെയും VS അച്ചാച്ചനെ കാണാനെത്തിയ കുരുന്നു, എൻ്റെ നേതാവിനെ കാണാൻ പറ്റണേ എന്ന് അലമുറയിട്ട് കരയുന്ന ഓമനയമ്മയും അങ്ങനെ പ്രായഭേദമന്യേ എല്ലാ മനുഷ്യരും VSനെ കാണാനെത്തി. അണമുറിയാതെ മനുഷ്യരിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഉച്ചയോടെ ആലപ്പുഴയിലേക്ക് വിലാപയാത്ര. പിന്നെ അവിടെ കണ്ടത് വിവരിക്കാനാകാത്ത വിധമുള്ള മനുഷ്യക്കടലായിരുന്നു. തങ്ങളുടെ സ്നേഹം മുഴുവനായി കേരളം ആ മനുഷ്യന് നൽകി. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കൊല്ലവും കടന്ന് ആലപ്പുഴ ജില്ല തൊടാൻ വിലാപയാത്രയ്ക്ക് വേണ്ടി വന്നത് 22 മണിക്കൂറാണ്. രാത്രി ഏറെ വൈകിയും റോഡിന്റെ ഇരുവശത്തായി VSനെ കാത്തുനിന്നത് അനേകായിരം മനുഷ്യരാണ്. അതിലുള്ളത് കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ. ഉറക്കമോ ക്ഷീണമോ അവരെ അലട്ടിയിരുന്നില്ല. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാനുള്ള കാത്തിരിപ്പ് മാത്രമാണ് അവിടെ കണ്ടത്. അവരുടെ കണ്ണുകളിൽ സങ്കടവും പ്രതീക്ഷയും അങ്ങനെ മിന്നിമറയുന്നു. VSനെ വഹിച്ചുകൊണ്ടുള്ള വാഹനം കൊല്ലത്തേക്ക് പ്രവേശിക്കുന്ന കാഴ്ച ഒരു മനുഷ്യനും ഒരു കാലത്തും മറക്കാനാകില്ല. രാത്രിയിലെ കോരിച്ചൊരിയുന്ന മഴ അവിടെ കാത്തുനിന്ന ഓരോ മനുഷ്യനും ഒരു തടസ്സമേ ആയിരുന്നില്ല. അച്ഛൻ്റെ തോളത്ത് കയറിയിരുന്ന ഒരു കുഞ്ഞിനെ കണ്ട് ഒരു ന്യൂസ് ചാനൽ റിപ്പോർട്ടർമാരിലൊരാൾ ആ കുട്ടി നനയുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ പിതാവിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: അവൻ നനഞ്ഞോട്ടെ, സാരമില്ല. ആ വാഹനത്തിനകത്തുള്ളത് ഒരുപാട് ക്രൂരമർദ്ദനങ്ങൾക്ക് നനഞ്ഞൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണുക എന്നതിനപ്പുറം വേറെ നന്മയൊന്നും ചെയ്യാനില്ല. കുഞ്ഞിനാണ് VSനെ കാണണമെന്ന് പറഞ്ഞത്. അവനെ അദ്ദേഹത്തെ ഒന്ന് കാണിക്കും. എന്തൊരു മനുഷ്യരാണ് നമ്മുടേത് എന്നോർക്കണേ. ഉറക്കമൊഴിഞ്ഞ് മഴ നനഞ്ഞ് കാത്തുനിന്ന ഒരുപാട് സ്ത്രീകൾ, യുവാക്കൾ, കുഞ്ഞുകുട്ടികൾ, പ്രായമായവർ, അങ്ങനെ റോഡിന് ഇരുവശവും സ്നേഹത്തിരമാല ഇങ്ങനെ VSനെ വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിൽ അടിച്ചുകൊണ്ടേയിരുന്നു. ആ യാത്രയ്ക്ക് കൊല്ലം ജില്ലയിൽ മാത്രമായി വേണ്ടി വന്നത് 7 മണിക്കൂറോളമാണ്. ഈ യാത്രയിൽ ഉടനീളം VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വഴിയോരങ്ങളിൽ കാത്തുനിന്നത് ധാരാളം പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അവരെല്ലാം അടയാളപ്പെടുത്തുന്ന മലയാളിക്ക് VS ആരായിരുന്നു എന്നതാണ്. മൺമറയുന്നതിനു മുൻപ് VSനെ അവസാനമായി കാണാൻ പ്രായഭേദമന്യം വഴിയോരങ്ങളിലേക്ക് ഓടിയെത്തിയ ജനസാഗരത്തിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒപ്പം മഴയെയും വെയിലിനെയും വകവയ്ക്കാതെ കാത്തുനിന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങൾ. അവരുടെ പ്രിയപ്പെട്ട VSനായി കണ്ണേകരളെ VS എന്ന മുദ്രാവാക്യം ആ കുഞ്ഞുമക്കളും പതിഞ്ഞ ശബ്ദത്തിൽ ഏറ്റുചൊല്ലിയത് മനുഷ്യ മനസ്സുകളെ ആർദ്രമാക്കി. തിരുവനന്തപുരം മാത്രമല്ല, കൊല്ലവും ആ രാത്രി ഉറങ്ങിയിട്ടില്ല. രാവിലെ ജന്മനാടായ ആലപ്പുഴ ജില്ലാ അതിർത്തിയിലേക്ക് പ്രവേശിച്ചപ്പോൾ കായംകുളത്തെ വിപ്ലവമണ്ണ് അവരുടെ വിപ്ലവ സൂര്യനെ ഏറ്റുവാങ്ങിയ
വികാര നിർഭരമായ കാഴ്ച നാം ഏവരെയും ഈറനണിയിച്ചു. ഇൻകുലാബ് സിന്ദാബാദ് വിളികളുടെ അലയൊലികൾ ആ ചരിത്ര മണ്ണിൽ മുഴങ്ങിക്കേട്ടു. പിന്നീടുള്ള കാഴ്ചകൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല എന്ന് വേണം തന്നെ പറയാൻ. രാവിലത്തെ ആ മഴ പെയ്തിറങ്ങിയത് VSനെ കാത്തുനിന്ന മനുഷ്യസാഗരത്തിലേക്കായിരുന്നു. വെള്ളം നിറയും പോലെ തെരുവീതികൾ നിറഞ്ഞു. പുന്നപ്ര വയലാർ സമരത്തിന്റെ മണിമുത്തിന് ചെങ്കൊടി കെട്ടിയ വാരിക്കുന്തങ്ങളേന്തി കുട്ടികളടക്കമുള്ളവർ റോഡരികൾ മുദ്രാവാക്യം വിളിച്ചു നിന്നു. VS അപ്പൂപ്പൻ മരിച്ചിട്ടില്ലെന്ന് അവരുറക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഉച്ച കഴിഞ്ഞ് 2:15 പ്രിയ സഖാവ് VSന്റെ വീടിന് മുന്നിലും ആയിരക്കണക്കിന് മനുഷ്യരെത്തി. രാവിലെ 9 മണിക്ക് നിശ്ചയിച്ചതാണ് വേലിക്കകത്ത് വീട്ടിലെ പൊതുദർശനം എന്നോർക്കണം. മണിക്കൂറുകൾ വൈകിയിട്ടും മഴ പെയ്തുകൊണ്ടിരുന്നിട്ടും എന്തിന്, ഭൂമിക്ക് കീഴിലെ ഒന്നും ആ മനുഷ്യർക്ക് ഒരു തടസ്സമേ ആയിരുന്നില്ല. അങ്ങനെ കാത്തുനിന്ന മനുഷ്യരെ അഭിവാദ്യം അർപ്പിച്ചത് ഒരു കുരുന്നാണ്. പോരാട്ടത്തിൻ പൊന്മുത്തേ എന്ന് തൊണ്ട പൊട്ടുമാറുറക്കെ ആ കുഞ്ഞു വിളിച്ചു പറഞ്ഞു. കാത്തുനിന്ന മനുഷ്യരെല്ലാം ആ മുദ്രാവാക്യം ഏറ്റുചൊല്ലി. കുഞ്ഞു ബാല്യങ്ങൾ മുഷ്ടി ചുരുട്ടി വിളിച്ച ഓരോ മുദ്രാവാക്യങ്ങളും ഒരു അടയാളപ്പെടുത്തലാണ്. VS ബാക്കി വെച്ച പോരാട്ടങ്ങളുടെ ചരിത്രം അവസാനിക്കുന്നില്ലെന്നും വരും തലമുറകൾ ആ വിപ്ലവാവേശം കെടാതെ സൂക്ഷിക്കുമെന്നുമുള്ള ഒരു ഉറപ്പ്. പൊതുമധ്യത്തിൽ നിന്ന് മറഞ്ഞതിന് ശേഷം തൻ്റെ അവസാന നിമിഷത്തിലും പ്രസ്ഥാനത്തിൻ്റെ ഒരു കനൽ വരും തലമുറയിലേക്കും കൂടി എറിഞ്ഞാണ് VS മൺമറയുന്നത്. VS എന്ന മഹാവിപ്ലവകാരിയുടെ സമരജീവിതം ഇനി ജ്വലിക്കുന്ന ഏടായി വരും കാലങ്ങളിൽ നമുക്ക് പ്രകാശമേകും. തോരാ മഴയിലും അലയടിച്ച മനുഷ്യത്വരെ സാക്ഷി നിർത്തി പുന്നപ്ര വയലാറിലെ ധീര വിപ്ലവകാരികൾ ഉറങ്ങുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ് നമ്മുടെ VS. ദിക്കു പൊട്ടുമാറുച്ചത്തിൽ അലയടിച്ച അഭിവാദ്യങ്ങളുടെ അകമ്പടിയുമായി കടന്നുപോയ വിപ്ലവ സൂര്യൻ്റെ അവസാന യാത്രയും മലയാളികളുടെ ചങ്കിലെ റോസാപ്പൂവിൻ്റെ മടക്കവും എന്നും എക്കാലവും വല്ലാത്തൊരു വിടവായി ഇവിടെ എങ്ങനെ അവശേഷിക്കും. എന്നും എപ്പോഴും ഞങ്ങൾക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, പ്രിയ VSേ, ഞങ്ങളുടെ എല്ലാമായ പ്രിയ സഖാവേ, നിങ്ങൾക്ക് മരണമില്ല, നിങ്ങൾ ജീവിക്കും ഞങ്ങളിലൂടെ.